ഹലോ ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു സിമ്പിൾ ലാവൻഡർ കളർ കുർത്ത. ഇവനാണ് ഇന്നത്തെ മെയിൻ താരം, ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ. ഓഹോ, പ്രൊഡക്റ്റ് തീരാറായി. പിന്നെ ഞാൻ ഞെക്കി അതിൻ്റെ ആത്മാവ് വെളിയിൽ വരും തോറും ഞെക്കി. പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് കിട്ടി. അതങ്ങനെ മുഖത്തും കഴുത്തിലും ഒക്കെ ഡോട്ടായി അപ്ലൈ ചെയ്ത് കൊടുത്തു. എളുപ്പ പണിയിൽ തന്നെ കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും 3 പ്രോഡക്റ്റും ഒരു സിംഗിൾ ട്യൂബിലാവുമ്പോൾ വിട്ട് കളയണോ? ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക കഴുത്തിലും മുഖത്തുമൊക്കെ. ബ്യൂട്ടി ബ്ലെൻഡർ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല, കൈവച്ച് തന്നെ ഇങ്ങനെ തട്ടിപ്പൊത്തും. ഇനിയാണ് നമ്മൾ ഫേസസ് കാനഡയുടെ തന്നെ കോമ്പാക്ട് പൗഡർ എടുക്കും. ഇതിങ്ങനെ പതുക്കെ ഡാബ് ചെയ്ത് കൊടുക്കും. അതിനകത്ത് തന്നെ ഒരു പൗഡർ പാഡുണ്ട്, അത് വെച്ച് ഇങ്ങനെ പതുക്കെ കഴുത്തിലും മുഖത്തുമൊക്കെ ഡാബ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ബേബി ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ബേബി ലിപ്സ് ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ പതുക്കെ അത് തേച്ച് കൊടുത്തു. കൈവച്ച് തന്നെ എനിക്ക് അപ്ലൈ ചെയ്യണം. ലാക്മേയുടെ റെഡിഷ് മെറൂൺ കളർ ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്നെ പോലെ ലിപ്സ്റ്റിക്ക് ഇടുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ തന്നെ ചെയ്യണം. ഡോട്ടായി മുകളിലും താഴെ അപ്ലൈ ചെയ്ത് പിന്നെ കൈവച്ച് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ കണ്ണെഴുത്തിന് ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ഈ കാജലാണ്. ഇത് വർഷങ്ങളായി ഞാൻ യൂസ് ചെയ്ത് വരുന്നു. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ ഹിമാലയയുടെ കാജൽ എനിക്ക് ബേസായിട്ട് ആദ്യം തന്നെ എഴുതി കൊടുക്കണം. അതിനുശേഷം പിന്നെ ഞാൻ ലാക്മേയുടെ ലോങ് ലാസ്റ്റിംഗ് ഐക്കോണിക് കാജലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം എഴുതിയതിൻ്റെ മുകളിലായിട്ട് അതിങ്ങനെ പതുക്കെ എഴുതി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഐടെക്സിൻ്റെ ഐലൈനർ. ഇതില്ലാതെ കണ്ണെഴുത്തിനൊരു ഫിനിഷിങ് വരില്ല. ഈ ഐടെക്സിൻ്റെ ഐലൈനർ വെച്ച് മുകളിലും താഴെയായിട്ട് ഇങ്ങനെ വാലിട്ട് കൊടുക്കണം. അങ്ങനെ 2 കണ്ണിലും എഴുതി കഴിയുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് വന്നതുപോലെ. ഞാൻ എൻ്റെ സ്കൂൾ ടൈം മുതൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഐടെക്സിൻ്റെ ഒരു കുഞ്ഞ് പൊട്ട് കൊടുത്തൊട്ടപ്പോൾ ഫിനിഷ്. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വർണ്ണത്തിൻ്റെ കമ്മൽ ഊരിയിട്ട് നല്ല വലിയ ഉണ്ട കമ്മൽ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ വർക്കലയിൽ ഒരു വഴിയോരത്തുനിന്ന് ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെറും 50 രൂപയുള്ളൂ. പിന്നെ ഇതിൻ്റെ കെട്ടിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പെർഫ്യൂമാണ്. അത് അച്ചാരം അടിച്ചു. ഇനിയോ എൻചാൻഡറിൻ്റെ ബോഡി ലോഷൻ. അതിൻ്റെ കുറച്ച് പമ്പ് ചെയ്തെടുത്ത് കയ്യിലൊക്കെ പുരട്ടിക്കൊടുത്തു. നല്ല സ്മൂത്ത് സാറ്റിൻ ഫിനിഷിങ്, സ്മെല്ലും കിട്ടും. ഇനി ഹെയർ സ്റ്റൈലിംഗ് ആണ് അടുത്ത ടാസ്ക്. മുടി ഇങ്ങനെ അഴിച്ചിട്ട് പുറത്തോട്ടൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കുഞ്ഞിനായിട്ട് പോകുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യം. അതുകൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു ഷോ നടത്തി. പിന്നെ ഒരു സ്ക്രഞ്ചീസ് എടുത്ത് മുടിയൊക്കെ കെട്ടി മുമ്പിലോട്ടിട്ട് കുറച്ച് കുങ്കുമം വന്നിട്ടു. ദാറ്റ്സ് ഓൾ. ടാറ്റാ.